നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വൈകിട്ട് ഒന്ന് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. വിഷുവിന് ഡ്രസ്സ് എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ്. മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അത് മേടിക്കണം ഇത് മേടിക്കണം ഒന്നും തന്നെ ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി ഒരു ചിന്തയില്ല. കാരണം പോയി കണ്ട് നമ്മൾ എന്താ ഇഷ്ടപ്പെടണം അതനുസരിച്ച് എടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ശരിക്കും റിലാക്സ് ചെയ്ത് ടെൻഷൻ ഫ്രീ ആയിട്ട് ഞാൻ ഈ പ്രാവശ്യം കാറിലേക്ക് കയറിയതും ട്രാവൽ ചെയ്യുന്നതൊക്കെ കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തിരക്ക് പിടിച്ച് അവർ രണ്ടുപേരും കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴേക്കും എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എനിക്ക് സാവധാനത്തിൽ ചെയ്യാനോ ഒന്നും പറ്റില്ല. ഫ്രീ ആയിട്ട് ടെൻഷൻ തന്നെയായിരിക്കും കേട്ടോ, വേഗം പോകണം എന്നുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം ഫ്രീ ആയിട്ട് കയറിയിട്ടോ എനിക്ക് ഒത്തിരി സന്തോഷമായി. സത്യം പറഞ്ഞാൽ നമ്മൾ പോണ വഴിക്ക് ഒരു ആനയുടെ സ്റ്റാച്ചു ഉണ്ടോ, നല്ല ഭംഗിയുണ്ടോ, അത് ചെയ്തു വെച്ചിരിക്കുക തോന്നുന്നു കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് വീടെത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത്, നമുക്കൊന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു എന്ന് പിന്നെ തോന്നിയത്. പക്ഷേ കണ്ട സമയത്ത് ആ ഒരു കാര്യം മൈൻഡിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫോട്ടോ എടുക്കണം എന്ന് അടുത്ത് പോയി നിൽക്കണമെന്നൊന്നും തോന്നിയില്ല. കാരണം നമ്മൾ ഇതിന് വേണ്ടി ഇറങ്ങിയതുകൊണ്ട് വേഗം പോയിട്ട് റോട്ടിലൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ വന്നേക്കാളും മുമ്പ് വേഗം പോവാം. അവിടെ ഷോപ്പിലെത്തുമ്പോൾ വൈകിട്ടല്ലേ നമ്മൾ പോയത്, 5 മണി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ. അപ്പോൾ അവർക്കാണെങ്കിലും ഷോപ്പിൽ നിൽക്കുന്നവർക്കൊക്കെ ആയാലും ബുദ്ധിമുട്ടും കാര്യങ്ങളായിരിക്കും നമുക്ക് എടുത്തു തരാനൊക്കെ ആയിട്ട്. രാവിലെ മുതൽ നിൽക്കുന്നതല്ലേ, അതുകൊണ്ട് വേഗം പോകാമെന്നുള്ള രീതിയിൽ പിന്നെ അതൊന്നും മനസ്സിലേക്ക് വന്നില്ല കേട്ടോ. പിന്നെ ഡ്രസ്സ് വേൾഡിൽ നിന്ന് ഇവർക്ക് രണ്ടുപേർക്കും ഡ്രസ്സ് എടുത്തു. എനിക്ക് നോക്കിയിട്ട് കിട്ടണേ ഉണ്ടായിരുന്നില്ല. പിന്നെ അവരായാലും നല്ല തിരക്കും കാര്യങ്ങളായിരുന്നു ആ ഡ്രസ്സ് വേൾഡിൽ. ബില്ലിൻ്റെ സെക്ഷനിലൊക്കെ ആയാലും ഒരുപാട് തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തൊട്ടടുത്ത് ശകുന്തള ഷോപ്പിലേക്ക് വന്നു കേട്ടോ. ഇവിടെ തിരക്കേ കമ്മിയായിരുന്നു. എനിക്ക് റിലാക്സ് ചെയ്ത് ആ ചേച്ചിമാരെ എല്ലാ ഡ്രസ്സും എനിക്ക് ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു തന്നു എനിക്ക് ചേഞ്ച് ചെയ്ത് നോക്കി. സത്യം പറഞ്ഞാൽ ഒത്തിരി ഹാപ്പി ആയിട്ടോ. ഞാനങ്ങനെ ഒരു ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്ത് ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇവർക്ക് കളിക്കണം കണ്ടപ്പോൾ അവിടുത്തെ ഷോപ്പിൽ അവർ കൊടുത്തതാണ് കേട്ടോ 2 ബലൂണ്, ഇങ്ങനെ ഇവരുടെ ഷോപ്പിൻ്റെ ഇതൊക്കെ വെച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ സ്റ്റാച്ചുവിനെ നോക്കിയിട്ട് കണ്ടോ, ഈ രോഹിത്തിൻ്റെ ഓരോരോ ഒപ്പിക്കല്ലേ. അപ്പോൾ സഞ്ജിത്ത് തൊടണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വേഗം മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അത് കഴിഞ്ഞിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് പോയി. അവിടെ എത്തിയതിന് ശേഷം പിന്നെ നമ്മൾ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടൻ പോയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ട് കൈയൊക്കെ വാഷ് ചെയ്തിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാര്യങ്ങൾ തിരക്കൊന്നും കമ്മിയായിട്ടോ. ഞങ്ങൾ അന്ന് നിൽക്കുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഏട്ടനും സഞ്ജിത്തും കൈയൊക്കെ കഴുകാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പം ഇവിടെ രോഹിത്ത് വന്നിട്ട് പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊരു വടയാണ് കേട്ടോ, സ്പെഷ്യൽ വട എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കൊരു പത്തിരിയുടെ ടേസ്റ്റും ഒക്കെ ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ മസാല ദോശയും പിന്നെ അങ്ങനെയൊക്കെ ജ്യൂസും പിന്നെ ഒരു ചോക്ലേറ്റ് ഷേക്കും കൂടി ഓർഡർ ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഞാൻ കുടിക്കുന്ന സമയത്ത് മേടിച്ച് കുടിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ കാര്യം കണ്ടത്. രോഹിത്ത് കണ്ടോ 2 ചെവിയിലും കൈ വെച്ചിട്ട്, കാരണം തണുപ്പടിച്ചപ്പോൾ അവനങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നു പോയി. ശരിക്കും വീഡിയോ എഡിറ്റ് ചെയ്യണം, വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കാർ എടുത്തിട്ട് തിരികെ വരികയാണ് കേട്ടോ. തിരികെ വന്ന സമയത്ത് നമ്മൾ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ വരുമ്പോൾ രോഹിത്ത് ഡാൻസ് ആയിരുന്നു കേട്ടോ. അവൻ തിരിഞ്ഞ് ഇരിക്കുകയായിരുന്നു അവിടെ. ഒരു സൈഡിലൊരു സീറ്റ് ഉണ്ടല്ലോ നടുവിലായിട്ട്, അവിടെ സാധാരണ നിൽക്കുക ചെയ്യുക, ഇത് നേരെ തിരിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മ്യൂസിക്കിനനുസരിച്ച് തലയിട്ട് ആട്ടിയിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. അതിന് തന്നെ ദൈവത്തോട് നന്ദി പറയാം കേട്ടോ. കാരണം റിലാക്സ് ചെയ്ത് പോയി ഞാൻ വന്നു, അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ ബൈ, സീ യു.